ഹലോ എവരി വൺ, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല കളർ കിട്ടും, എന്നാൽ ഒരുപാട് സ്പൈസി അല്ല. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചെമ്മീൻ 1 കിലോ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ. ഇതിടുമ്പോൾ നല്ല കളർ കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചതച്ച മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, നാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക, മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവും. ഒരു സൈഡ് 1 മിനിറ്റും മറ്റേ സൈഡ് 1 മിനിറ്റും അത്രേ ആവശ്യമുള്ളൂ. അതുപോലെ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇത് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്താൽ ഇത് റബ്ബർ പോലെയാവും. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ മസാലയൊക്കെ ചെമ്മീനിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വഴറ്റുമ്പോഴും ഈ ചെമ്മീനിലേക്ക് ആ മസാലയൊന്നും പോവാതെ അത് നന്നായി ഉള്ളിലോട്ടൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം ഷാലോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചട്ടിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് 2-3 കുടംപുളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വറ്റി ഒരു 1/4 കപ്പ് ആവണം. അപ്പോഴേക്കും നമുക്ക് ചെമ്മീനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കൂടെ വഴറ്റാം. ഇനി നമ്മൾ ചെമ്മീനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വഴറ്റാൻ പോവാണ്. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ചിടുക. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് 1/4 കപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പച്ചമുളക് അരിഞ്ഞത് 3 എണ്ണം, അര കപ്പ് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റുക. ചെറിയ ഉള്ളി ചതച്ചത് 1/2 കപ്പ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇടുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്.
ഇതെല്ലാം കൂടെ എണ്ണ തെളിയുന്നവരെ നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ, ചതച്ച മുളക് പൊടി 1 ടീസ്പൂൺ. ഇത്രയും പൊടികളെ നമുക്കിതിനാവശ്യമുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മുടെ കൊടംപുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഈ സമയം കൊണ്ട് വറ്റി 3/4 കപ്പായി കാണും. ഇത് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കും. നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും ഇത് നല്ലതാണ്. കറിയിലത്തെ ഉപ്പെല്ലാം ഒന്ന് നോക്കുക. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.